വീട്ടിൽ പണ്ട് തൊട്ടുള്ള ശീലമാണ് കേട്ടോ. രാവിലെ 1-2 ബദാം പരിപ്പ് കഴിക്കുന്നത്. തലേ ദിവസം വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടാവും. രാവിലെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു 4-5 എണ്ണം കഴിക്കും. എൻ്റെ വീട്ടിലുള്ള കേട്ടോ ശീലം. ഹരിയൻ്റെ വീട്ടിൽ ഞാൻ കഴിക്കാറില്ല, കാരണം ഞാൻ മറന്നു പോകും. അവിടെ ഉണ്ട്, സംഭവം ഉണ്ട്, പക്ഷെ വെള്ളത്തിട്ട് വെക്കാനൊക്കെ ഞാൻ മറന്നു പോകും. ഇവിടെ ആകുമ്പോൾ പിന്നെ അമ്മ തലേ ദിവസം ഇട്ട് വെച്ചിട്ടുണ്ടാവും, നമുക്ക് രാവിലെ എടുത്ത് പൊളിച്ച് കഴിച്ചാൽ മതിയല്ലോ. പിന്നെ വീട്ടിൽ നിൽക്കുമ്പോൾ പണ്ട് തൊട്ടുള്ള ശീലമാണ് അമ്മയുടെ നൈറ്റി എടുത്തിടുക. അതിൽ ഒട്ടുമിക്ക പെൺകുട്ടികൾ അങ്ങനെ തന്നെ ആയിരിക്കും. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് നൈറ്റി എന്ന് വെച്ചാൽ വീട്ടിൽ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തേക്കാണ് നൈറ്റി യൂസ് ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ വീട്ടിൽ ഞാൻ പണ്ടോട്ടേ ഇടുമായിരുന്നു. നമ്മൾക്ക് വൈകുന്നേരം സമയത്തൊക്കെ അമ്മയുടെ നൈറ്റി ഇട്ട് കിടന്നുറങ്ങുന്ന ഒരു പ്രത്യേക സുഖം തന്നെയാണ്. അപ്പം ഞാനും അനിയത്തി മാത്രമേ ഉള്ളൂ വീട്ടിൽ. അമ്മയൊക്കെ ജോലിക്ക് പോയി. കൂടെ രാവിലെ എണീക്കാൻ എന്തായാലും സമയമായിട്ടില്ല. മരുന്ന് കഴിക്കുന്ന കാരണം ആൾ നല്ല ഉറക്കത്തിലാണ്. അപ്പം തലേ ദിവസം അപ്പത്തിനുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീഡിയോ എടുപ്പും വർത്താനത്തിൻ്റെ ഇടയിൽ ആദ്യം വെച്ച അപ്പം തന്നെ പാളിപ്പോയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ രാവിലെ അപ്പവും പരിപ്പ് കറിയാണ്. ഹരിയാൻ്റെ വീട്ടിൽ അങ്ങനെ പരിപ്പ് കറി ഉണ്ടാക്കാറില്ല. അവിടെ മിക്ക ആൾക്കാർക്കും അവർക്ക് ഇഷ്ടമല്ല. ഞങ്ങളുടെ ഇവിടെ മിക്കപ്പോഴും പരിപ്പായിരിക്കും. ഞങ്ങളുടെ ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും അതുപോലെ പുട്ടിനും അപ്പത്തിനും ഒക്കെ പരിപ്പ് കറി ഉണ്ടാവും. കാരണം വേറൊന്നുമല്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണല്ലോ. അതുകൊണ്ട് പണ്ട് തൊട്ട് ഞാൻ സ്കൂളിൽ പോകുന്ന ടൈമിൽ അമ്മയ്ക്ക് ജോലിക്ക് പോകണം. അപ്പോൾ അത് കാരണം പെട്ടെന്ന് കാട്ടിക്കൂട്ടാനായിട്ട് മിക്കപ്പോഴും പരിപ്പ് കറി ആയിരിക്കും വീട്ടിൽ ഉണ്ടാക്കാറ്. ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ പറയുമായിരുന്നു, ഈ അമ്മയ്ക്ക് ഏത് സമയം പരിപ്പ് കറി അതിൽ പരിപ്പ് കറി കൂട്ടി മടുത്തു. പക്ഷെ കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം ഞാൻ എൻ്റെ അമ്മയുടെ പരിപ്പ് കറിയാണ് ഒത്തിരി മിസ് ചെയ്തിട്ടുള്ളത് ഗൈസ്. പിന്നെ പ്രത്യേകം പറയാൻ പറഞ്ഞു, ആളങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിലൊന്നും വരത്തില്ല. ആൾക്ക് അങ്ങനെ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊന്നും ആൾക്ക് വലിയ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ ആൾക്കങ്ങനെ ഫ്രെയിമിലോട്ട് വരുന്നതിലൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ അത് കാരണം ആൾ സൈഡിലോട്ടൊക്കെ മാറി നിൽക്കുള്ളൂ. വീഡിയോ എടുത്ത് തരാൻ ഇഷ്ടമാണ്. എൻ്റെ മിക്ക വീഡിയോസും ആൾ തന്നെയാണ് എനിക്ക് എടുത്ത് തരുന്നത്. പുറത്തൊക്കെ പോകുമ്പോഴാണെങ്കിലും വ്ളോഗ് എടുത്ത് തരുന്ന ആൾ തന്നെയാണ്. അതൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷേ ഇങ്ങനെ എൻ്റെ ഒപ്പം അങ്ങനെ ഫ്രെയിമിൽ വരുന്നതൊന്നും ആൾക്ക് അങ്ങനെ ഇഷ്ടമില്ല. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പഴയ പോലെ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പോകും ഗൈസ്. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ആയപ്പോൾ തന്നെ ഞങ്ങൾ കഞ്ഞിയാണ് കേട്ടോ കുടിച്ചത്. പനി വന്നൊന്നും മാറി തുടങ്ങുന്നില്ലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം കഞ്ഞിയാണ് കുടിച്ചത്. അപ്പോൾ അവൾ കഞ്ഞി കുടിച്ചപ്പോൾ ആൾ മടി കയറി ഇരുന്നിട്ട് അങ്ങനെ ആൾ കുറച്ച് കഞ്ഞിവെള്ളം കോരി കുടിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ താഴോട്ട് ഇറങ്ങി. ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ മെയിൻ പരിപാടി. ഇതിൻ്റെ താഴത്ത് പോയി നിന്നിട്ട് അവിടെ ഇരുന്നിട്ടുള്ള കസരത്താണ്. അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തലയൊക്കെ മുട്ടും താഴെ വീഴുകയൊക്കെ ചെയ്യാറുണ്ട്. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കൂല, അവിടെ നിന്നിട്ട് വരുമില്ല, അങ്ങനെ തന്നെ നിൽക്കും. അങ്ങനെ ഉച്ചയ്ക്ക് ആയപ്പോഴത്തേനും ആൾക്ക് മരുന്ന് കൊടുക്കുന്ന ചടങ്ങാണ്. ആളങ്ങനെ എപ്പോഴും മരുന്ന് കഴിക്കാറില്ല. അതുകൊണ്ട് ഞാൻ പട്ടീനെ കാണിച്ചിട്ടാണ് ആൾക്ക് മരുന്ന് കൊടുക്കുന്നത്. കുഞ്ഞാന്ന് വിളിക്കുമ്പോഴത്തേനും പെട്ടെന്ന് ആൾ വാതുറന്നു തരും. പനി വരുന്നതല്ല ഏറ്റവും വലിയ ടാസ്ക്, ഈ മരുന്ന് അവർക്കൊന്ന് കുടിപ്പിക്കുന്നതാണ്. അതാണ് ഏറ്റവും വലിയ ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഇന്ന് ഫുൾ ടൈം വീട്ടിൽ തന്നെ ആയിരുന്നു. പുറത്തേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. വൈകുന്നേരം ആയപ്പോഴത്തേനും ഭാവിക്ക് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ സാരി ഉടുപ്പിച്ചു കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം.